KTU 2019 ട്രിപ്പിൾ ഇ ബ്രാഞ്ചിൻ്റെ 5th സെമസ്റ്റർ പവർ സിസ്റ്റം 1 മൊഡ്യൂൾ 1. ഫസ്റ്റ് ടോപ്പിക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാന്റാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇതിൻ്റെ മെയിൻ പാർട്സ് വരുന്നത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഡാമുണ്ട്, എക്സസ് വരുന്ന വെള്ളം തുറന്ന് കളയാനായിട്ട് സ്പിൽവേസ്, പിന്നെ വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാനും ഡെബ്രിസ് സെഡിമെൻറ്റ്സ് ഒക്കെ ഡൈവേർട്ട് ചെയ്ത് കളയാനായിട്ട് ഹെഡ് വർക്ക്സ് ഉണ്ട്. പിന്നെ ഈ വെള്ളം വാൽവ് ഹൗസിൽ നിന്ന് പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പിനെയാണ് നമ്മൾ പെൻ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഈ പെൻ സ്റ്റോക്കിൽ വെള്ളത്തിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എക്സസ് വരുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക, അതാണ് സർജ് ടാങ്ക്. ഇനി ഈ ഹൈ എനർജിയിൽ വരുന്ന വെള്ളം നേരെ വാട്ടർ ടർബൈൻസിലേക്കാണ് വീഴുക. ഈ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ടർബൈൻസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്റർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് ഫ്യൂലൊന്നും ഉപയോഗിക്കുന്നില്ല, വെള്ളത്തിൻ്റെ എനർജി വെച്ചിട്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സാണ്, നിങ്ങൾക്കത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് തെർമൽ പവർ പ്ലാന്റ് ആണ്. ഇവിടെ നമ്മൾ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഉള്ള സ്റ്റീം എനർജി യൂസ് ചെയ്തിട്ടാണ് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബോയിലറാണ്. ബോയിലറിൽ നമ്മൾ കോൾ ഫ്യൂലായിട്ട് യൂസ് ചെയ്തിട്ട് വാട്ടർ ബോയിൽ ചെയ്തിട്ട് ഫ്ലൂ ഗ്യാസസ് അല്ലെങ്കിൽ സ്റ്റീം ജനറേറ്റ് ചെയ്യും. ഈ സ്റ്റീമിനെ നമ്മൾ സൂപ്പർ ഹീറ്ററിലേക്ക് കൊടുത്തിട്ട് സൂപ്പർ ഡ്രൈയും സൂപ്പർ ഹീറ്റാക്കും. ഈ സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീം വന്ന് ടർബൈനിൽ വീഴുമ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഈ എക്സസ് വരുന്ന സ്റ്റീമിനെ നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് ഫീഡ് വാട്ടർ പമ്പ് വഴി എക്കണോമൈസറിലേക്ക് പമ്പ് ചെയ്യും. കണ്ടൻസ് ചെയ്ത വെള്ളത്തിനെ ഹീറ്റ് ചെയ്തിട്ടാണ് എക്കണോമൈസറിലേക്ക് കൊടുക്കുന്നത്. എക്കണോമൈസറിൽ ഈ ഫീഡ് വാട്ടറിനെ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ ബോയിലറിലേക്ക് റീസൈക്ലിംഗ് ചെയ്യും. അതുപോലെ എക്സസ് വരുന്ന ഫ്ലൂ ഗ്യാസസ് നേരെ എയർ പ്രീ ഹീറ്ററിലേക്ക് പോവുക. ആ എയർ പ്രീ ഹീറ്ററിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ എയറിനെ ഹീറ്റ് ചെയ്തിട്ട് അതും ബോയിലറിലേക്ക് റീസൈക്കിൾ ചെയ്യും. പിന്നെ വേസ്റ്റായിട്ട് വരുന്ന ഗ്യാസസൊക്കെ ചിമ്നി വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ്റെ എനർജി വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇതിൻ്റെ മെയിൻ പാർട്ടാണ് ന്യൂക്ലിയർ റിയാക്ടർ. ഇതിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് യുറേനിയം ആണ്. ഈ ഫ്യൂവൽ റോഡ്സ് മോഡറേറ്ററിൻ്റെ നടുക്കാണ് വെച്ചിരിക്കുന്നത്. മോഡറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂവൽ റോഡ്സിനെ ഹിറ്റ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മെയിൻ പാർട്ട് കൺട്രോൾ റോഡ്സ് ആണ്. കൺട്രോൾ റോഡ്സ് ഈ ന്യൂക്ലിയർ ഫിഷന് ആവശ്യമായിട്ടുള്ള ന്യൂട്രോൺസിൻ്റെ സപ്ലൈനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് കൺട്രോൾ റോഡ്സിൻ്റെ ഫംഗ്ഷൻ. ഈ ന്യൂക്ലിയർ ഫിഷൻ കാരണം ജനറേറ്റ് ആവുന്ന ഹീറ്റ് എനർജീനെ നമ്മളൊരു കൂളൻ്റ് വഴി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്തിക്കുന്നു. അവിടുന്ന് ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീമിനെ നമ്മൾ ടർബൈനിലേക്ക് സപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും, അവിടുന്ന് ഓൾട്ടർനേറ്റർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് റിന്യൂവബിൾ എനർജി സോഴ്സസ് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ്. അതിൽ ഫസ്റ്റ് വൺ സോളാർ പ്ലാന്റ് ആണ്. സോളാർ പ്ലാന്റിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സോളാർ സെല്ലാണ്. സോളാർ സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ലൈറ്റിലുള്ള ഫോട്ടോൺസിനെ ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ കുറേ യൂണിറ്റ്സ് സോളാർ സെല്ലുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു അറേ ഫോം ചെയ്യണത്. അറേ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് മൊഡ്യൂൾസ് കിട്ടും. മൊഡ്യൂൾസ് കമ്പൈൻ ചെയ്ത് സോളാർ പാനൽസ് കിട്ടും. ഈ സോളാർ പാനൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് DC ആണ്. സോ നമുക്ക് AC ലോഡ്സിലേക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ DC വോൾട്ടേജിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ബാറ്ററി സിസ്റ്റം ഉണ്ടാവും സോളാർ പവർ പ്ലാന്റിൽ. അപ്പോൾ ഈ സെൽസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി സിസ്റ്റം ഉള്ളത്. ഈ ബാറ്ററി സിസ്റ്റത്തിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർജ് കൺട്രോളർ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് വൺ വിൻഡ് മില്ലാണ്. ഇപ്പോൾ വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതാണ് വിൻഡ് മില്ലിലെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും വിൻഡ് മില്ല് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാൻസ് നമ്മൾ കണക്ട് ചെയ്യണത് ഡബിൾ ഫെഡ് ഇൻഡക്ഷൻ ജനറേറ്ററിലേക്കാണ്. ഇൻഡക്ഷൻ ജനറേറ്റർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു, നമുക്കത് റിക്വയർഡ് ലെവലിലേക്ക് ട്രാൻസ്ഫോമർ വെച്ചിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. AC ലോഡുകളിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നു. DC ലോഡുകളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൺവേർട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻവെർട്ടറിന് പകരം റെക്ടിഫയർ യൂസ് ചെയ്യാം. പിന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി ബാങ്ക് യൂസ് ചെയ്യാം. എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഈ ജനറേറ്റ് ചെയ്യുന്ന എനർജിയൊക്കെ നമുക്കൊരു ലേറ്റർ നീഡിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു സിസ്റ്റമാണ് ഗ്രിഡ് സ്റ്റോറേജ് സിസ്റ്റം. ഗ്രിഡ് സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ സോളാറൊക്കെ വെക്കുന്ന പോലെ, അതായത് നമുക്ക് ലോക്കലായിട്ടുള്ള നീഡ്സിന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഗ്രിഡിൽ നിന്ന് പവർ എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കതൊരു ഗ്രിഡ് സ്റ്റോറേജ് സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ബൾക്ക് പവർ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് വരില്ല, ജനറേഷനും ട്രാൻസ്മിഷൻ സൈഡും മാത്രം ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഗ്രിഡുകളെയാണ് ബൾക്ക് പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. പിന്നെ മൈക്രോ ഗ്രിഡ്സ് ആണുള്ളത്. മൈക്രോ ഗ്രിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സ്കെയിൽ പവർ സപ്ലൈ ആണ്. അതായത് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയയിലേക്കുള്ള ലോഡുകൾ മാത്രം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രിഡ്സ് ആണ് മൈക്രോ ഗ്രിഡ്സ്.